ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പീൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു പേപ്പറിൽ, അതായത് ഇതിനകത്ത് ആകെപ്പാടെ 3 യൂണിറ്റ്സ് ആണുള്ളത്. 2 സ്പെക്ട്രോസ്കോപ്പീൻ്റെ 2 യൂണിറ്റും അതുപോലെ തന്നെ ക്വാണ്ടം കെമിസ്ട്രിയുടെ 1 യൂണിറ്റുമാണുള്ളത്. അപ്പം ഇത് നമ്മൾ കെമിസ്ട്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ടോപ്പിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പിന്നീട് പഠിച്ച് വരുന്ന പലതും ഇതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരിക. അതുകൊണ്ട് ഈ ഒരു പേപ്പറിനെ നിങ്ങൾ ഈസി ആയിട്ട് കാണാണ്ട് വളരെ അതിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. കുറേ ടെക്നിക്കുകളൊക്കെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്കൊരു ഒരു ഡിഫിക്കൽട്ട് ഫേസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനത് എക്സാമിൻ്റെ സമയത്ത് ആ ഒരു ചാപ്റ്റർ എടുക്കാമെന്ന് വിചാരിച്ച് സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മൊത്തം 6 സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളാണ് പഠിക്കുന്നത്. അപ്പോൾ അത് 6ഉം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 കൊടുത്തിരിക്കുന്നത്. നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ പോലുള്ളതല്ല. 6ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോണം, നന്നായിട്ട് പഠിക്കണം. എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യമാണ്, നല്ലോണം പഠിക്കുക. നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മളോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അപ്പം എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് വേറെയും ഫാക്കൽറ്റീസ് ഉണ്ടല്ലോ, അപ്പോൾ അവരോട് ചോദിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏത് ടോപ്പിക്കാണെങ്കിലും ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് തന്നെ ആവണം എന്നില്ല. എന്നോട് ചോദിക്കണമെങ്കിൽ അങ്ങനെ ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 3 ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആരോട് വേണമെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതിയാവും. കാരണം നിങ്ങൾക്കാണല്ലോ ആവശ്യം കൂടുതലുള്ളത് നമ്മളെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും നല്ല എഫേർട്ട് എടുത്ത് തന്നെ വേണം നിങ്ങൾ പഠിക്കുവാനായിട്ട്, കേട്ടല്ലോ. അപ്പോൾ അതൊരിക്കലും മറന്നു പോകരുത്. ഞാൻ ഇന്ന് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയാണ് പഠിച്ചത്. അപ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തു എന്ന് തോന്നുന്നു. നോക്കിയിട്ട് എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് തരുന്നതായിരിക്കും പിന്നീട്. ഇപ്പോൾ നമ്മൾ എന്താണേലും NMR എന്ന് പറയുന്ന പുതിയൊരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ NMR ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. അപ്പം NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് വെച്ചാൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഇനി എന്തിനാണ് നമ്മൾ ഈ 3 പേരുകൾ കൊടുത്ത് ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിത് പഠിച്ചു വരുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആവും. എന്തിന് നമ്മൾ ഈ 3 പേരും കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ 3 പേരുകൾ നമുക്കറിയാലോ. ന്യൂക്ലിയസിനോട് റിലേറ്റഡ്, മാഗ്നറ്റിനോട് റിലേറ്റഡ് ആണ്. പിന്നെ റെസൊണൻസ് നമുക്കറിയാം. അപ്പം എങ്ങനെ ഇത് 3ഉം തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പേര് കൊടുത്തേക്കുന്നത് നമ്മൾ ഈ ടെക്നിക്ക് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സ്പെക്ട്രോസ്കോപ്പിയിലാണ്. നമുക്കറിയാം, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഇൻ വിച്ച് ഇറാഡിയേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ ഈസ് സ്റ്റഡി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് which are synchronized oscillations of electric and magnetic field that propagate at the speed of light through a vacuum. നമുക്കറിയാം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് വരുന്നതേ ഉള്ളൂ. The oscillations of the two fields are perpendicular to each other. The perpendicular to the direction of the energy and wave propagation forming a transverse wave. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എപ്പോഴും ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ ഫോമിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞായിരുന്നു, റേഡിയേഷന് ഒരു വേവിൻ്റെ ഫോമിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഫോമിൽ മൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നുണ്ടാവുക. അതിനൊരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എനർജി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. കാരണം നമ്മൾ ഓൾറെഡി പല സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകൾ പഠിച്ചപ്പോഴും അതിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലിരുന്ന് NMRൻ്റെ ടോപ്പിക്ക് വെച്ചിട്ട്, NMRൻ്റെ നോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കടക്കാം. നിങ്ങൾക്ക് പിന്നെ ഓരോന്നിന് ഡയറക്ഷനൊക്കെ കാണാൻ പറ്റും. എനർജിയുടെ ഡയറക്ഷൻ കാണാൻ പറ്റും. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ V ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് V എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ ഡയറക്ഷനും കാണാൻ പറ്റും. എല്ലാം പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറാണ്. ആ ഡയറക്ഷനും ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതും കാണാനായിട്ട് സാധിക്കും.
ഇതൊന്നുമില്ല. ഇത് ജസ്റ്റ് എന്താ പറയുന്നത്, ഓരോന്നിൻ്റെ അടിയിൽ വരുന്ന, അതായത് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ അടിയിൽ വരുന്ന ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, എമിഷൻ, അതുപോലെ തന്നെ സ്കാറ്ററിങ്, അതിൻ്റെ അടിയിൽ വരുന്ന ഓരോരോ ടെക്നിക്കുകൾ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി UV വിസിബിൾ പഠിച്ചു, IR പഠിച്ചു, രാമൻ സ്പെക്ട്രോസ്കോപ്പി പഠിച്ചു. അപ്പോൾ ഓരോന്നും എന്ത് സ്പെക്ട്രോസ്കോപ്പിയുടെ അടിയിലാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഈസി വഴിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് എന്താ പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാ ടെക്നിക്കുകളും പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനത് എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ പറയുക, പിന്നെ ഒരു വാക്യം പോലെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ അകപ്പെട്ടു പോയ ഏതൊരു പാർട്ടിക്കിളിനും ഒരു മോഷൻ ഉണ്ടാവും. ചാർജ് പാർട്ടിക്കിൾ ഉണ്ട്, മോഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചിരുന്നു കഴിഞ്ഞാൽ അതിനൊരു മോഷൻ ഉണ്ടാവും. അതാണ് ശരിക്കും എല്ലാ സ്പെക്ട്രോസ്കോപ്പിയുടെയും ബേസ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ സാറ് പറഞ്ഞ സമയത്ത് ഞാനത് നോട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മൂവിങ് ടു ആർ സിലബസ്, ദ പ്രിൻസിപ്പിൾ ഓഫ് NMR സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ നമ്മൾ NMRലേക്ക് കടക്കുവാണ്. ഇൻട്രൊഡക്ടറി പോർഷൻസൊക്കെ കഴിഞ്ഞു, NMRലേക്ക് കടക്കുവാണ്. ആദ്യം നമ്മൾ അറിയേണ്ടത് അതിൻ്റെ പ്രിൻസിപ്പിളാണ്. NMR സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസ് എന്താണ്, അല്ലെങ്കിൽ NMR സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത്. An atom consists of nucleons, that is the protons and neutrons and electrons. നമുക്കറിയാം, ഒരു ആറ്റത്തിന് ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നതാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസിനും. ഇനിയും അതിന് ചുറ്റനെ, അതായത് ന്യൂക്ലിയസിന് ചുറ്റനെ കറങ്ങുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ആറ്റം എന്ന് പറയുന്നത്. ഈച്ച് ഓഫ് ദീസ് എൻറ്റിറ്റി ഹാസ് സ്പിൻ ക്വാണ്ടം നമ്പർ ഓഫ് ഹാഫ്. അപ്പോൾ ഓരോ എൻറ്റിറ്റിക്കും, അതായത് പ്രോട്ടോൺ ആയിക്കോട്ടെ, ന്യൂട്രോൺ ആയിക്കോട്ടെ, ഇലക്ട്രോൺ ആയിക്കോട്ടെ, ഓരോന്നും ഓരോ എൻറ്റിറ്റിയാണ്. അപ്പോൾ ഓരോ എൻറ്റിറ്റിക്കും ഒരു സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ടാവും, അത് ഹാഫ് ആയിരിക്കും. ക്വാണ്ടം നമ്പറൊക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ചാപ്റ്ററിൽ പഠിക്കും. അപ്പം നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, ഓരോ എൻറ്റിറ്റിക്കും ഓരോ ക്വാണ്ടം നമ്പർ ഉണ്ടാവും, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. If the resultant spin quantum number of the nucleus is greater than 0, that is I greater than 0, then that nucleus is associated with magnetic moment and it will act as a tiny bar magnet because any charged particle under motion is associated with magnetic moment. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞു, ഓരോ എൻറ്റിറ്റിക്കും ഓരോ സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ടാവും, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസൾട്ടൻ്റ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫൈനൽ സ്പിൻ ക്വാണ്ടം നമ്പർ, നെറ്റ് സ്പിൻ ക്വാണ്ടം നമ്പർ, അങ്ങനെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. അത് ന്യൂക്ലിയസിൻ്റെ റിസൾട്ടൻ്റ് സ്പിൻ ക്വാണ്ടം നമ്പർ 0 കഴിഞ്ഞും കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ന്യൂക്ലിയസിന് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവും. അതായത് അതൊരു ടൈനി ബാർ അതിനൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതൊരു ടൈനി ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് അതൊരു ടൈനി ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു ചാർജ് പാർട്ടിക്കിളിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനൊരു മോഷനിലായിരിക്കും, അതിനൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവും. മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു ടൈനി ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുവാനായിട്ടുള്ള കഴിവ് ഉണ്ടാകും. This tiny bar magnet, when placed in an external magnetic field, get aligned with it when a characteristic electromagnetic radiation applied to such a system, then flipping of tiny bar magnet to anti-parallel direction takes place. അപ്പം ഇങ്ങനെ ടൈനി ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ന്യൂക്ലിയസിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, അപ്പോൾ അതിന് പാരലായിട്ടായിരിക്കും ഈ മാഗ്നറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് നമ്മൾ എല്ലാവരും ബാർ മാഗ്നറ്റുകൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പം നോർത്ത് സൗത്ത് ആ ഒരു അട്രാക്ഷൻ ആയിരിക്കും മാഗ്നറ്റുകൾക്ക് എപ്പോഴും ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈനി ബാർ മാഗ്നറ്റിനെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതായിരിക്കും, ആ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഈ ടൈനി ബാർ മാഗ്നറ്റും ഇരിക്കുക, അതായത് നമ്മുടെ ന്യൂക്ലിയസ് ഇരിക്കുക. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതായത് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുക. ഇനി നമ്മളൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുവാണെങ്കിൽ, അതായത് ഇതുപോലെ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ അപ്ലൈ ചെയ്ത് കഴിയുവാണെങ്കിൽ ഈ ടൈനി ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യും, ഫ്ലിപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മളുടെ ഏത് ഡയറക്ഷനിലേക്കാണോ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആൻറ്റി പാരലൽ ഡയറക്ഷനിലേക്ക് നമ്മുടെ ടൈനി ബാർ മാഗ്നറ്റ് ഫ്ലിപ്പ് ചെയ്യും. അതായത് എക്സൈറ്റേഷൻ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ദിസ് ഗീവ്സ് റൈസ് ടു അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അവിടെ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ സംഭവിച്ചു, റേഡിയേഷനെ അബ്സോർബ് ചെയ്തു. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, NMR. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ എന്തിനാണ് നമ്മൾ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്നുള്ള പേര് കൊടുത്ത്. കാരണം ദിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മാഗ്നറ്റ് ആൻഡ് ദിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ന്യൂക്ലിയസ് ആൻഡ് റെസൊണൻസ് ടേക്സ് പ്ലേസ്. ദെയർഫോർ വി ഗീവ് ദ നെയിം ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, NMR. പ്രിൻസിപ്പിൾ ക്ലിയർ ആയോ? അതായത് നമ്മളുടെ ഇതിനൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് കാണും നമ്മുടെ ന്യൂക്ലിയസിന്. അപ്പോൾ ഇങ്ങനെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇരിക്കുന്ന ന്യൂക്ലിയസിന് ഒരു സ്പിൻ ക്വാണ്ടം നമ്പർ കാണും. ഇപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പർ I എന്ന് പറയുന്നത് 0-നേക്കാളും കൂടുതലായിട്ട് വരുന്ന സിറ്റുവേഷനിൽ അതിനൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് കാണും. അങ്ങനെ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന് നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അതെന്ത് സംഭവിക്കും? ഏത് ഡയറക്ഷനിലാണോ നമ്മൾ എക്സ്റ്റേണലി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ സെയിം ഡയറക്ഷനിൽ തന്നെ ഈ ടൈനി ബാർ മാഗ്നറ്റും അല്ലെങ്കിൽ അങ്ങനെ ആക്ട് ചെയ്യുന്ന ന്യൂക്ലിയസും ഇരിക്കും. അതായിരിക്കും അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നീട് നമ്മളൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതെന്ത് ചെയ്യുന്നു? ആ ടൈനി ബാർ മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ദാറ്റ് ഇസ് ഫ്ലിപ്പ് ചെയ്യുന്നു. ഏത് ഡയറക്ഷനിലാണോ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് അതിൻ്റെ ആൻറ്റി പാരലൽ ഡയറക്ഷനിലേക്ക് അത് ഫ്ലിപ്പ് ചെയ്ത് മാറുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അതിന് എക്സൈറ്റേഷൻ സംഭവിച്ചു. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഒരെണ്ണം എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയെങ്കിൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ആ റേഡിയേഷനെ അത് അബ്സോർബ് ചെയ്തു. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് NMR. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അതെന്താണ്, രണ്ടും പാരലായിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് മൊമെൻറ്റും പാരലായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തൊട്ട് മുകളിൽ കാണുന്നത് ഒന്ന് പാരലാണെങ്കിൽ മറ്റേത് ആൻറ്റി പാരലൽ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അതായിരിക്കും നമ്മുടെ എക്സൈറ്റേഷൻ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെയുള്ള പീക്കുകൾ കിട്ടും. എക്സൈറ്റ് ചെയ്തു, അപ്പം താഴെ കാണിച്ചിരിക്കുന്ന പോലത്തെ സ്പെക്ട്രം ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. ഒരു എക്സൈറ്റേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പെക്ട്രം കിട്ടും. അങ്ങനെയായിരിക്കും നമുക്ക് ഫൈനൽ NMR സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് റൂൾസ് ടു കാൽക്കുലേറ്റ് റിസൾട്ടൻറ്റ് ക്വാണ്ടം നമ്പർ I. ഇനി ക്വാണ്ടം നമ്പർ I കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ റിസൾട്ടിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ I കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കൊടുത്തിട്ടുണ്ട്. രണ്ടും ഈവൻ ആണെങ്കിൽ സ്പിൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം പ്രോട്ടോണിൻ്റെ എണ്ണം ഓടും ന്യൂട്രോണിൻ്റെ എണ്ണം ഈവനും ആണെങ്കിൽ സ്പിൻ ഹാഫ് ആയിരിക്കും. തിരിച്ചു വന്നു കഴിഞ്ഞാലും ഹാഫ് ആയിരിക്കും. ഇനി രണ്ടും ഓടാണെങ്കിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. പ്രോട്ടോണിൻ്റെ എണ്ണം ഓടും ന്യൂട്രോണിൻ്റെ എണ്ണം ഈവനും ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 3/2. അതായത് ഓരോന്നിനും 3/2 ആയിരിക്കും. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോന്നിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് 1s2 ആണ് അല്ലേ? ഡ്യൂട്ടീരിയത്തിൻ്റെ സ്പിൻ എത്രയാണ്? 1 ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പ്രോട്ടോണിൻ്റെ എണ്ണം 1ഉം ന്യൂട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണം എന്താണ്? ഓടാണ്. അപ്പോൾ ഓടായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ സ്പിൻ 1 ആണ്. അതിന് എക്സാമ്പിളാണ് ഡ്യൂട്ടീരിയം 1s2. അങ്ങനെ 6 കാർബൺ 13 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്പിൻ ഹാഫാണ്. അതിനകത്ത് പ്രോട്ടോൺസിൻ്റെ എണ്ണം ഈവനും അതുപോലെ തന്നെ ന്യൂട്രോൺസിൻ്റെ എണ്ണം ഓടുവാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ നമ്പറിൻ്റെ ബേസിൽ നമുക്കൊരു സ്പിൻ ക്വാണ്ടം നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തേന്ന് വെച്ചാൽ ആറ്റമിക് നമ്പറും അല്ലെങ്കിൽ മാസ് നമ്പറിൻ്റെ ബേസിൽ, ആറ്റമിക് ആൻഡ് മാസ് നമ്പറിൻ്റെ ബേസിൽ എങ്ങനെ സ്പിൻ ക്വാണ്ടം നമ്പർ I കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ ഈവൻ, മാസ് നമ്പർ ഈവൻ ആണെങ്കിൽ സ്പിൻ എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആറ്റോമിക് നമ്പർ ഓഡ്, മാസ് നമ്പർ എയ്തർ ഓഡ് ഓർ ഈവൻ ആണെങ്കിൽ എന്തായിരിക്കും? അതിനനുസരിച്ച് 1/2 വരാം, 3/2 വരാം, 5/2 വരാം. പക്ഷേ ഒരു ഓഡ് നമ്പേഴ്സിനായിരിക്കും പ്രയോറിറ്റി ഉണ്ട്. 1, 5, 3, 7, 9 അങ്ങനെ ഓഡ് ബൈ ടു ഉണ്ട്. അങ്ങനെ ഒരു ലെവലിലായിരിക്കും വരിക. അതിനുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 1/2 എന്തൊക്കെയാണ്, 3/2 എന്തൊക്കെയാണ്, 5/2 എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആറ്റമിക് നമ്പർ ഓടും മാസ് നമ്പർ ഈവനും ആണെന്നുണ്ടെങ്കിൽ ഉള്ളത് ഉണ്ട്. അപ്പം അതിനും ഈ പറയുന്ന സ്പിൻ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ആയിരിക്കും. 1/2, 3/2, 5/2 അങ്ങനെയുള്ള രീതിയിലായിരിക്കും. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല.
എനിവേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2 പോയിൻറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്തത് മാഗ്നറ്റിക് മൊമെൻറ്റ് ആൻഡ് ആംഗുലർ മൊമെൻറ്റ്. Magnetic moment and angular momentum. A spinning charge also generates an angular momentum p. The magnetic moment mu is related with the angular moment. നമുക്കറിയാം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ സ്പിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ആംഗുലർ മൊമെൻറ്റം ഉണ്ടായിരിക്കും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ പി ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ്, ചാർജ്ഡ് പാർട്ടിക്കിളിന് മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റും ഈ ആംഗുലർ മൊമെൻറ്റിനെയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? അതിനുള്ള ഇക്വേഷനാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് mu ഈസ് ഈക്വൽ ടു ഗാമ പി, വേർ ഗാമ ഈസ് നോൺ ആസ് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ആൻഡ് ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ഗിവൻ ന്യൂക്ലിയസ്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് അറിയാമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? mu ഇസ് ഈക്വൽ ടു ഗാമ പി എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. mu എന്താണ്? മാഗ്നറ്റിക് മൊമെൻറ്റ്. ഗാമ എന്ന് പറയുന്നത് ജൈറോ മാഗ്നറ്റിക് റേഷ്യോ, പി എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റവും നമ്മുടെ മാഗ്നറ്റിക് മൊമെൻറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണിത്. അതിൽ ഗാമ എന്ന് പറയുന്നത് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ ആണ്. അത് ഓരോ ന്യൂക്ലിയസിനും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ ഓരോ ന്യൂക്ലിയസിനും ഒരു റേഷ്യോ ആണെങ്കിൽ അത് ആ ന്യൂക്ലിയസ് വരുന്ന എല്ലായിടത്തും ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ എ ന്യൂക്ലിയസ് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇനി നമുക്ക് ഗാമ ഐ ഇൻറ്റു ഐ പ്ലസ് 1 h by 2 pi when I is equal to 0 mu is equal to 0. അതായത് നമുക്ക് പീക്ക് പകരം ഒരു ഇക്വേഷൻ കൊടുക്കുക. അതായത് ആംഗുലർ മൊമെൻറ്റം പീക്ക് പകരം നമുക്ക് റൂട്ട് ഓഫ് ഐ ഇൻറ്റു ഐ പ്ലസ് 1 h by 2 pi എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പിയുടെ വാല്യൂ ആണ് അത്. ആ പിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇസ് mu is equal to ഗാമ റൂട്ട് ഓഫ് ഐ ഇൻറ്റു ഐ പ്ലസ് 1 h by 2 pi. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഐ 0 ആണെങ്കിൽ, ഐ എന്ന് പറയുന്നത് എന്താണ്? സ്പിൻ ക്വാണ്ടം നമ്പർ. ഐ 0 ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റും അവിടെ 0 ആയിരിക്കും. ദർ ഇസ് നോ സ്പിൻ ഫോർ ന്യൂക്ലിയസ് വിത്ത് ഐ ഈസ് ഈക്വൽ ടു 0. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഐ 0 ആണെങ്കിൽ എന്താണ്? mu 0 ആണ്, മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണ്. അപ്പം ഐ 0 ആയിട്ട് വരുന്ന ന്യൂക്ലിയസിൻ്റെ ഒന്നും തന്നെ എന്തില്ല? സ്പിന്നില്ല. സ്പിന്നിങ് പാർട്ടിക്കിളിന് മാത്രമേ മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ NMRൽ സ്പിന്നിങ് പാർട്ടിക്കിളിനാണ് നമുക്ക് ആവശ്യം. പക്ഷേ ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഒരു റിലേഷനിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഐ 0 ആണെങ്കിൽ അവിടെ mu 0 ആവും, അതായത് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആവും. അപ്പം ഐ 0 ആയിട്ട് വരുന്ന ന്യൂക്ലിയസിനൊന്നും തന്നെ എന്തില്ല? സ്പിന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. ഇനി പിക്ക് എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ എവിടെ നിന്നായിരിക്കും? നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇക്വേഷനാണ്. ഇനിയും NMRൻ്റെ സെലക്ഷൻ റൂളാണ്. a selection rule is equal to delta mu I is equal to plus or minus 1. അപ്പോൾ സെലക്ഷൻ റൂൾ ഉണ്ട്. ഡെൽറ്റ mu I is equal to plus or minus 1. All energy levels are equally spaced. That is, only one signal is observed for I is equal to half, I is equal to 1 and I is equal to 3/2. ഓരോ എനർജി ലെവൽസും ഈക്വലി സ്പേസ്ഡ് ആണ് NMRൽ. അതുകൊണ്ട് I is equal to half, I is equal to 1, I is equal to 3/2 ഇതിനൊക്കെ നമുക്ക് ഒരു സിഗ്നൽ മാത്രമേ കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഇതെല്ലാം ഈക്വലി സ്പേസ്ഡ് ആണ്. ഇനിയും NMRൻ്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? ദിസ് ഈസ് ബേസ്ഡ് ഓൺ ക്വാണ്ടം മെക്കാനിക്സ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിൽ നമ്മൾ ബേസിക് ഇക്വേഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സത്തിൻ്റെ ബേസിലും ബേസിക് ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണുന്നുണ്ട് ഇൻ NMR. ആദ്യം നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിലുള്ള NMRൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണെന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്കൊരു കാണാൻ പറ്റും. അതായത് ഒരു ഓർബിറ്റിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടായിട്ട് മാറി പ്ലസ് ഹാഫ് ആയിട്ട് മൈനസ് ഹാഫ് ആയിട്ട് മാറി. പ്ലസ് ഹാഫ് എന്നും മൈനസ് ഹാഫ് എന്നും ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എന്താണ്? സ്പിൻ ക്വാണ്ടം നമ്പറാണ്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആരോ ഡിനോട്ട് ചെയ്യുന്നത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഒന്ന് പാരലായിട്ടിരിക്കും, മറ്റൊന്ന് ആൻറ്റി പാരലായിട്ടിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്.
ഇനി നമുക്കറിയാം ഓരോന്നിൻ്റെയും വാല്യൂസ് നമ്മൾ എഴുതി വെക്കുവാണ്. അതായത് -1/2 മൊമെൻറ്റം വാല്യൂ എന്ന് പറയുന്നത് -μh0 ആയിരിക്കും. +1/2 ആണെങ്കിൽ +μh0 ആയിരിക്കും. I എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഹാഫാണ്. I = ഹാഫിൻ്റെ കേസാണ് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള ഡെൽറ്റ എനർജി ഡിഫറൻസ് എന്താണ്, μh0 ആണ്. μh0 μh0. അതായത് നമുക്ക് ഈ രണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് താഴത്തെ എനർജി മൈനസ് മുകളിലത്തെ എനർജി, മുകളിലത്തെ ഹയർ സ്റ്റേറ്റിൻ്റെ എനർജി മൈനസ് ലോവർ സ്റ്റേറ്റിൻ്റെ എനർജി. ഇവിടെ ഹയർ സ്റ്റേറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ എക്സൈറ്റേഷൻ സ്റ്റേറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് +μh0 ആണ്. ദാറ്റ് മൈനസ് താഴത്തെ എനർജി സ്റ്റേറ്റ് എന്താണ്, -h0. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ എന്ത് കിട്ടും, 2μh0 എന്ന് പറയുന്നത് കിട്ടും. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2μh0. therefore hν ഈസ് ഈക്വൽ ടു 2μh0. അപ്പോൾ hν നമ്മൾ കൊടുക്കുന്ന റേഡിയേഷൻ്റെ എനർജി, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജിയാണ് hν എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, Δμh0 ആണ്. കാരണം ആ എനർജീനെ അബ്സോർബ് ചെയ്തിട്ടാണല്ലോ എക്സൈറ്റേഷൻ സംഭവിച്ചത്. സോ ആ എനർജിയോട് ഈക്വൽ ആയിരിക്കും 2μh0 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2μh0/1/2. അതായത് 2നെ 1/2 ആക്കി എഴുതിയെന്ന് മാത്രം. hν ഈസ് ഈക്വൽ ടു μh0/I. അതായത് I ഹാഫ് ആണല്ലോ. അപ്പോൾ താഴെ ഹാഫ് വന്ന സ്ഥിതിക്ക് നമുക്ക് ഹാഫിന് പകരം I ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇൻ ജനറൽ ഫോർ എനി ന്യൂക്ലിയസ് വി ക്യാൻ റൈറ്റ് hν ഈസ് ഈക്വൽ ടു μh0/I. അപ്പോൾ നമുക്ക് ഏത് ന്യൂക്ലിയസിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കാനായിട്ട് പറ്റും. കാരണം ന്യൂക്ലിയസിന് I വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ എനർജി കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. Multiplying both sides by 2π, we get 2π hν is equal to 2π μh0/I. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇതിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും, 2π ν is equal to 2π μ ബൈ ഇപ്പുറത്തുനിന്ന് h താഴേക്ക് വന്നു, HI × h0 എന്ന് പറയും. വ്യത്യാസം ലെഫ്റ്റ് സൈഡിലെ h റൈറ്റ് സൈഡിൽ വന്നപ്പോൾ അത് ഡിനോമിനേറ്ററിലേക്ക് മാറി എന്നുള്ളൊരു വ്യത്യാസം വന്നു. അതിനുശേഷം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇനി നമുക്ക് പിന്നെ മ്യൂ കിട്ടി. നമ്മുടെ ഇപ്പുറത്ത് h/2π, അതായത് ഈ മുകളിലുള്ള 2π താഴേക്ക് വന്നു. അപ്പോൾ അത് ഡിവൈഡ് ബൈ h/2πI × h0. അതായത് 2π ν ഈസ് ഈക്വൽ ടു μ/h/2πI h0 എന്ന് വന്നു. മ്യൂ എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് മൊമെൻറ്റ്. h/2π എന്താണ്, ആംഗുലർ മൊമെൻറ്റം. I × h/2π ആംഗുലർ മൊമെൻറ്റ് ഇൻറ്റു h0 എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. അതായത് ആംഗുലർ മൊമെൻറ്റം ഡിവൈഡ് ബൈ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിവൈഡ് ബൈ ആംഗുലർ മൊമെൻറ്റം എന്താണ്, ജൈറോ മാഗ്നറ്റിക് റേഷ്യോ. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു മ്യൂ ഈസ് ഈക്വൽ ടു ഗാമ പി. അതിൽ ഗാമ എന്ന് പറയുന്നത് ജൈറോ മാഗ്നറ്റിക് റേഷ്യോ. അപ്പം μ/p ഈസ് ഈക്വൽ ടു ഗാമ. ദാറ്റ് ഈസ് ആംഗുലർ മൊമെൻറ്റ്, മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിവൈഡ് ബൈ ആംഗുലർ മൊമെൻറ്റ്. ഇവിടെ അത് തന്നെ കിട്ടി. അതിന് പകരം നമ്മൾ ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ 2π μ ഈസ് ഈക്വൽ ടു ഗാമ h0 എന്നുള്ള വാല്യൂ കിട്ടി. ഗാമ ഈസ് ഈക്വൽ ടു, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഗാമയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ജൈറോ മാഗ്നറ്റിക് റേഷ്യോ ഗാമയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 2π ν/h0 where gamma is equal to gyro magnetic ratio and it is constant for a given nucleus. കോൺസ്റ്റൻ്റ് ആണ്, ഓരോ ന്യൂക്ലിയസിനും ഗാമ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിൽ NMRൻ്റെ ബേസിക് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് NMRൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് 2π ν ഈസ് ഈക്വൽ ടു ഗാമ h0 ഓർ ഗാമ ഈസ് ഈക്വൽ ടു 2π ν ഡിവൈഡ് ബൈ h0. ദിസ് ഇസ് ദ ബേസിക് ഇക്വേഷൻ ഓഫ് NMR സ്പെക്ട്രോസ്കോപ്പി. ഇനിയും നമ്മൾ ക്ലാസിക്കൽ മെക്കാനിസത്തിൻ്റെ ബേസിൽ എങ്ങനെ ഇക്വേഷനെ നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ടേമാണ് ലാർമർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. When a nucleus is placed in an external magnetic field, an axis of nuclear magnet will be exactly oriented in parallel or anti-parallel direction of the applied magnetic field due to its spin motion. അപ്പോൾ നമ്മളൊരു ന്യൂക്ലിയസിന് ഒരു എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്സിസ്, അതായത് ആ ന്യൂക്ലിയസിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്
ന്യൂക്ലിയസിനെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിയുമ്പോൾ അതൊരു ടൈനി ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുമല്ലോ, എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പാരലൽ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ആൻറ്റി പാരലൽ ഡയറക്ഷനിലോ സ്പിൻ ചെയ്യും. അത് കാരണം എന്താണ്? അതിന് സ്പിന്നിങ് മോഷൻ ഉള്ളതുകൊണ്ട്. അത് നമ്മൾ മുമ്പേ പറഞ്ഞു. ഇൻ ഫാക്ട് ഇറ്റ് വിൽ റൊട്ടേറ്റ് അറൗണ്ട് ദ ആക്സിസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒന്നെങ്കിൽ ആൻറ്റി പാരലൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലെങ്കിൽ പാരലൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആക്സിസിന് ചുറ്റണം ഇതെന്ത് ചെയ്യും? ഈ ന്യൂക്ലിയസിൻ്റെ ആക്സിസ് മൂവ് ചെയ്യും. ദിസ് ഈസ് നോൺ ആസ് പ്രിസിഷണൽ മോഷൻ. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ മോഷനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷണൽ മോഷൻ. The positional angular velocity omega 0 is given by omega 0 is equal to gamma h0. അപ്പോൾ പ്രസിഷണൽ മോഷൻ ഉണ്ടെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്തൊരു ആംഗുലർ വെലോസിറ്റിയും കാണും. കാരണം ഇതൊരു റൗണ്ട് മോഷനാണല്ലോ, അപ്പോൾ ഒരു ആംഗുലർ വെലോസിറ്റി ആയിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ കാരണം ആംഗിൾ ക്രിയേറ്റ് ചെയ്തുള്ള മോഷനാണല്ലോ. അപ്പോൾ റൗണ്ട് മോഷൻ എപ്പോഴും എന്തായിരിക്കും? ആംഗുലർ മോഷൻ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി. പ്രിസിഷണൽ ആംഗുലർ വെലോസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഒമേഗ 0. Omega 0 is given by omega 0 is equal to gamma h0. Angular velocity and precessional frequency v0 nu ആണ്, nu 0 are related to each other. നമ്മുടെ ആംഗുലർ വെലോസിറ്റിയും നമ്മുടെ പ്രിസിഷണൽ ഫ്രീക്വൻസിയും they are related to each other. എങ്ങനെയാണ് ഇതിൻ്റെ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്? mu 0 is equal to omega 0 divided by 2 omega 0ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, അതായത് ഗാമ h0 by 2 അവിടെ നിന്ന് നമ്മൾ അഗെയിൻ നമ്മൾ ജൈറോ മാഗ്നറ്റിക് റേഷ്യോ ആയ ഗാമയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. 2 mu 0 by h0 where mu 0 is also known as ലാർമർ ഫ്രീക്വൻസി. അതായത് mu 0നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാർമർ ഫ്രീക്വൻസി. ലാർമർ ഫ്രീക്വൻസിനോ പ്രിസിഷണൽ ഫ്രീക്വൻസിനോ വിളിക്കുന്നതാണ് നമ്മൾ mu 0 എന്ന് പറയുന്നത്. ബോത്ത് ആർ സെയിം ഓൺലി. ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ലാർമർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലൊരു എന്താ പറയുക ഒരു മെമ്മോറേഷൻ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്കിത് കാണാൻ പറ്റും, അതായത് സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അനുസരിച്ച് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിസിഷണൽ ഫ്രീക്വൻസിയുടെ ഒരു പിക്ചോറൽ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ ഇനി നമ്മളങ്ങനെ എന്താ പറയുക ലാർമർ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ലാർമർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിസത്തിൽ നിന്ന് നമ്മൾ NMRൻ്റെ ബേസിക് ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതായത് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോയ്ക്കൊരു ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് വഴിയും നമുക്കൊരു ഗാമ കിട്ടി, ക്ലാസിക്കൽ മെക്കാനിസത്തിനും നമുക്കൊരു ഗാമ ഇക്വേഷൻ കിട്ടി. അതിനെ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ കൊടുത്തു. കാരണം അതിൻ്റെ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന ഗാമയാണ്, അത് സെയിം ആണ്. Thus equation 1 and equation 2 are similar. Hence the precessional frequency of the nucleus is exactly identical with the frequency of electromagnetic radiation nu required to bring about the transition from one state to another. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, 2 സെയിം ആണ്, h0 സെയിം ആണ്. പിന്നെ വ്യത്യാസം വന്നിരിക്കുന്നത് ഈ വെലോസിറ്റീൻ്റെ ടേമിൽ മാത്രം. ന്യൂ 0 അതായത് വെലോസിറ്റിയുടെ ഫ്രീക്വൻസിയുടെ ടേം മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഒരിടത്ത് ന്യൂ ആണ്, ഒരിടത്ത് ന്യൂ 0 ആണ്. പക്ഷേ അപ്പം ബാക്കി എല്ലാ ടേംസും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ടേംസും ഐഡൻറ്റിക്കൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇതിന് രണ്ട് വാല്യൂസും ഐഡൻറ്റിക്കൽ ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിസിഷണൽ ഫ്രീക്വൻസി ന്യൂ 0യും നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ന്യൂയും എന്താണ്? ഐഡൻറ്റിക്കലാണ്. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ഫ്രീക്വൻസി നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ ഫ്രീക്വൻസി ആയിട്ടാണ് നമ്മൾ പറയുന്നത്? ബോത്ത് രണ്ട് ഫ്രീക്വൻസിയും ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു ന്യൂക്ലിയർ സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷന് വേണ്ടി എടുക്കുന്ന ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് തന്നെ ബോത്ത് ആർ ഐഡൻറ്റിക്കൽ ഓൺലി. ഓക്കെ, ഫ്രം ഇക്വേഷൻ നമ്മൾ ഈ ഇക്വേഷനിൽ നിന്നും നമ്മുടെ കൺക്ലൂഷനാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ പ്രിസിഷണൽ ഫ്രീക്വൻസിയും നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും ബോത്ത് ആർ ഐഡൻറ്റിക്കൽ വിച്ച് ബോത്ത് ആർ റിക്വയർഡ് ടു ബ്രിങ് അബൌട്ട് ദ ട്രാൻസിഷൻ ഫ്രം വൺ ന്യൂക്ലിയർ സ്റ്റേറ്റ് ടു അനദർ ന്യൂക്ലിയർ സ്റ്റേറ്റ്. ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു ന്യൂക്ലിയർ സ്റ്റേറ്റിലേക്ക് നടത്തുന്ന ട്രാൻസിഷൻ്റെ ഫ്രീക്വൻസിയാണ് രണ്ടും. അതുകൊണ്ട് തന്നെ അത് രണ്ടും
ഐഡൻറ്റിക്കലാണ്. അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് വഴിയും ക്ലാസിക്കൽ മെക്കാനിക്സ് വഴിയും NMRൻ്റെ ബേസിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. ഡ്രൈവിംഗ് കണ്ടീഷൻസൊക്കെ നിങ്ങൾ കണ്ടു. അവിടെ നിന്നും നമ്മൾ ആ രണ്ട് ഇക്വേഷനെയും ഇക്വേറ്റ് ചെയ്ത് എഴുതി അവിടെ നിന്ന് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിലും എത്തിച്ചേർന്നു. ഇനി നമുക്കിവിടെ കാണാൻ പറ്റും ഫോർ കാർബൺ 12 ഗാമ ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് I ഈസ് ഈക്വൽ ടു 0. അപ്പം I 0 ആണെങ്കിൽ അവിടെ ഗാമ 0 ആയിരിക്കും. അപ്പോൾ അവിടെ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവില്ല. അപ്പോൾ കാർബൺ 12 എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോ മാഗ്നറ്റിക് മൊമെൻറ്റ്. അതുകൊണ്ട് തന്നെ അത് NMR ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പം ഓരോ ഗാമ വാല്യൂസും ഓരോ ന്യൂക്ലിയസിൻ്റെ ഗാമ വാല്യൂസും അതിൻ്റെ നെറ്റ് സ്പിൻ എന്താണെന്നുള്ളതും അതിൻ്റെ ഗാമ ബൈ MH മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂസും അതുപോലെ തന്നെ അബണ്ടൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് മാത്രം കൊടുത്തിട്ടുള്ളതാണ്. ഓരോ ഐസോട്ടോപ്പ് നോക്കുക, അതിൻ്റെ സ്പിന്ന് നോക്കുക. അതായത് H1 ആണെങ്കിൽ അതിൻ്റെ സ്പിൻ ഹാഫ് ആയിരിക്കും, H3 ആണെങ്കിലും ഹാഫ് ആയിരിക്കും. അതുപോലെ തന്നെ ഫോസ്ഫറസ് 31 ഹാഫ് ആയിരിക്കും, സോഡിയം 23 3/2, N14 1 ആയിരിക്കും, N15 ഹാഫ് ആയിരിക്കും, കാർബൺ 13 ഹാഫ് ആയിരിക്കും, ഫ്ലൂറിൻ 14 ഹാഫ് ആയിരിക്കും. അപ്പം I 0 ആയിട്ട് വരുന്നതിന് എന്തില്ല, മാഗ്നറ്റിക് മൊമെൻറ്റ് ഇല്ല. പിന്നെ അതിൻ്റെ അബണ്ടൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൂടെ ഒന്ന് പോവുക എന്നുള്ളതേ ഉള്ളൂ. Thus, depending on the value of gyromagnetic ratio, the sample which is placed in specific field strength will absorb at specific radio frequency. അപ്പം ഗൈറോമാഗ്നറ്റിക് റേഷ്യോൻ്റെ ബേസിലായിരിക്കും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂക്ലിയസ് സ്പീഷീസിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയേഷനെ എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ ദർ ആർ 2 ways to achieve resonance in continuous wave NMR. അതായത് കണ്ടിന്യൂസ് വേവ് NMRൽ രണ്ട് രീതിയിൽ നമുക്ക് റെസൊണൻസ് അച്ചീവ് ചെയ്യാമെന്നാണ് പറയുന്നത്. കീപ്പിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻറ്റ് ആൻഡ് വേരിയിങ് റേഡിയോ ഫ്രീക്വൻസി. ഒന്നുകിൽ മാഗ്നറ്റിക് ഫീൽഡിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, റേഡിയോ ഫ്രീക്വൻസിനെ വേരി ചെയ്യുക. അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, മാഗ്നറ്റിക് ഫീൽഡിനെ വേരി ചെയ്യുക. അവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഗാമ ഈസ് ഈക്വൽ 2πν/h0, B0 is equal to 2.25 ടെസ്ല. അപ്പോൾ നിങ്ങൾക്ക് ഹൗ മെനി സിഗ്നൽസ് ആർ എക്സ്പെക്റ്റഡ് ഫോർ 6 പ്രോട്ടോൺ ഉള്ള ഒരു കേസിലാണെങ്കിൽ നമ്മൾ എത്ര ഇത് എക്സ്പെക്റ്റ് ചെയ്യുമെന്ന്. കാരണം 1 സിഗ്നൽ മാത്രമേ 6 പ്രോട്ടോൺസിന് 1 സിഗ്നൽ മാത്രമേ കിട്ടത്തുള്ളൂ. ബട്ട് ദിസ് NMR ഇസ് നോട്ട് യൂസ്ഫുൾ. അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത് വേണ്ട, ഇത് മാത്രം ഇവിടം വരെ നോക്കിയാൽ മതി. ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ രണ്ട് രീതിയിൽ റെസൊണൻസ് കിട്ടാവുന്നതാണ്. ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, റേഡിയോ ഫ്രീക്വൻസിനെ വേരി ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ തിരിച്ച് വൈസ് വെർസ, റേഡിയോ ഫ്രീക്വൻസിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, മാഗ്നറ്റിക് ഫീൽഡിനെ വേരി ചെയ്യുക. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് റെസൊണൻസ് ഒബ്റ്റെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് അപ്പം ഇത്രയുമാണ്. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത് നമുക്ക് കുറച്ച് NMRൻ്റെ കുറച്ച് ടേംസാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ NMRൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇത്രയും ഒരു നമ്മളിപ്പോൾ പഠിച്ചത് NMRൻ്റെ ബേസിക് ഇക്വേഷൻ പഠിച്ചു, NMRൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി ടേംസും കാര്യങ്ങളുമൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ഹിയർ ബൈ ഐ എം വൈൻഡിങ് അപ്പ്. താങ്ക് യു.